ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇംഗ്ലീഷ് ലേണേഴ്സിന് വളരെയധികം കൺഫ്യൂസിംഗ് ആയ ഒരു ടോപ്പിക്ക്. ഈ ലെസൺ നമുക്ക് ഈസി ആയിട്ടൊന്ന് മനസ്സിലാക്കാം. ഈ ലെസൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ സംസാരത്തിൽ അത് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തും. സംസാരത്തിൽ മാത്രമല്ല, റിട്ടൺ ഇംഗ്ലീഷിലും വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇതിനൊക്കെ പുറമെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ഒരുപാട് കുട്ടികൾ എക്സാംസ് എഴുതുന്ന സമയത്ത് ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ അവർക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. ശ്രദ്ധിക്കുക. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഐ വിഷ് ഐ ഡിഡിൻറ്റ്, ഐ വിഷ് ഐ ഹാഡിൻറ്റ്, ഐ വിഷ് ഐ കുഡ്. ആദ്യം നമുക്ക് ഐ വിഷ് ഐ ഡിഡിൻറ്റ് എന്ന് തുടങ്ങുന്ന ആ ഒരു സ്ട്രക്ചർ നോക്കാം. ഒരു കാര്യം അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രസന്റ് സിറ്റുവേഷനിൽ നമുക്ക് ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ ഇമാജിൻ ചെയ്യാണ്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ, വേറൊരു തരത്തിലായിരുന്നെങ്കിൽ, നമ്മുടെ പ്രസന്റ്, നമ്മുടെ കറന്റ് റിയാലിറ്റി നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് ഇമാജിൻ ചെയ്യുന്നു. നമുക്കത് മാറ്റാനൊന്നും കഴിയില്ല, എങ്കിലും നമ്മൾ ആലോചിക്കുകയാണ്, നമ്മൾ ആശിക്കുകയാണ്. അവിടെയാണ് ഐ വിഷ് ഐ ഡിഡിൻറ്റ് എന്ന ഒരു സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. നമ്മൾ സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് പഠിച്ചപ്പോൾ പഠിച്ച അതേ റൂൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ സ്ട്രക്ചർ ഐ വിഷ് കഴിഞ്ഞാൽ സബ്ജക്റ്റ് ഉപയോഗിക്കുക, പിന്നെ പാസ്റ്റ് സിമ്പിൾ ഉപയോഗിക്കുക. പ്രസൻറ്റ് സിറ്റുവേഷനെ പറ്റിയാണ് പറയുന്നതെങ്കിലും പാസ്റ്റ് സിമ്പിൾ ഉപയോഗിക്കുക. അത് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഐ വിഷ് ഐ ഡിഡിൻറ്റ് ഹാവ് ടു വർക്ക് ഓൺ സാറ്റർഡേയ്സ്. ഞാൻ ആശിക്കുകയാണ്. എന്താണ് ഞാൻ ആശിക്കുന്നത്? സാറ്റർഡേയ്സിലൊക്കെ എനിക്ക് വർക്ക് ചെയ്യേണ്ടി വരില്ലെങ്കിൽ. ഇവിടെ ഇപ്പോൾ പ്രസൻറ്റ് റിയാലിറ്റി എന്താണ്? എനിക്ക് സാറ്റർഡേയ്സ് ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ അതിന് എനിക്ക് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ന് ആശിക്കുകയാണ്. പ്രസൻറ്റ് കണ്ടീഷൻ ഒന്ന് നമ്മൾ ഇമാജിൻ, വേറെ തരത്തിലായിരുന്നെങ്കിൽ എന്ന് ഇമാജിൻ ചെയ്യുന്നു. അവിടെയാണ് ഐ വിഷ് ഐ ഡിഡിൻറ്റ് എന്ന ഒരു സ്ട്രക്ചർ വരുന്നത്. ഇവിടെ എനിക്ക് സാറ്റർഡേയ്സ് വർക്ക് ചെയ്യേണ്ടായിരുന്നെങ്കിൽ ഐ വിഷ് ഐ ഡിഡിൻറ്റ് വർക്ക് ഓൺ സാറ്റർഡേയ്സ്. ഡിഡിൻറ്റ് എന്നാൽ ഡിഡ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ ഇപ്പോൾ എന്താ സിറ്റുവേഷൻ? എനിക്ക് സാറ്റർഡേയ്സ് വർക്ക് ചെയ്യേണ്ടി വരുന്നു. ഇത് നമ്മൾ ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് വല്ലാത്ത ഒരു വിഷമം ഉണ്ടായിട്ടോ നമ്മൾ അതിനകത്ത് ദേഷ്യത്തിലാണെന്നോ ഒന്നും അർത്ഥമില്ല. നമ്മൾ ആഗ്രഹിക്കുകയാണ്, ക്വയറ്റ് വിഷ്. നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ന്. അതാണ് ഐ വിഷ് ഐ ഡിഡിൻറ്റ് എന്ന സ്ട്രക്ചർ. ഐ വിഷ് ഐ ഡിഡിൻറ്റ് ഹാവ് ദിസ്. ഇത് എനിക്ക് ഇല്ലായിരുന്നെങ്കിൽ എന്നാണ്. ഇപ്പോൾ ഉണ്ട്, അതുകൊണ്ടാണ് ഡിഡിൻറ്റ് ഹാവ് ദിസ് എന്ന് പറയുന്നത്. ഐ വിഷ് ഐ വേർ ടോളർ. ഞാൻ കുറച്ചുകൂടി പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ഐ വിഷ് ഐ വേർ ടോളർ. നോക്കൂ, ഐ വിഷ് കഴിഞ്ഞ് സബ്ജക്റ്റ്, പിന്നെ ഉപയോഗിച്ചത് പാസ്റ്റ് സിമ്പിൾ തന്നെയാണ്, വേർ ആണ് അവിടെ ഉപയോഗിച്ചത്. എനിക്ക് പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ കുറച്ചുകൂടി ടോളർ ആയിരുന്നെങ്കിൽ എന്നാണ്. ഐ വിഷ് ഐ ഡിഡിൻറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ. അപ്പോൾ ഇപ്പോൾ എന്താണ് കണ്ടീഷൻ? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഐ വിഷ് ഐ ഡിഡിൻറ്റ് സീ ദ മൂവി. ഞാനത് കണ്ടില്ലെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. ഐ വിഷ് യു വെറിൻറ്റ് ഇംപേഷ്യൻറ്റ്. ഐ വിഷ് കഴിഞ്ഞിട്ട് യു സബ്ജക്റ്റ്, യു വെറിൻറ്റ് ഇംപേഷ്യൻറ്റ്. അവിടെ ഇംപേഷ്യൻ്റ്, നീ ഇത്രയ്ക്ക് ഇംപേഷ്യൻ്റ് ആയിരുന്നില്ലെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നിൻ്റെ ഒരവസ്ഥ എന്താണ്? യു ആർ ഇംപേഷ്യൻറ്റ്. അതാണ് പ്രസൻറ്റ് കണ്ടീഷൻ. അപ്പോൾ ഇമാജിൻ ചെയ്യുകയാണ്, യു വെറിൻറ്റ് ഇംപേഷ്യൻറ്റ് എന്ന്. ഐ വിഷ് ഐ ഡിഡിൻറ്റ് ഹാവ് ടു ഗെറ്റ് അപ്പ് സോ ഏർലി. ഐ വിഷ് ഐ ഡിഡിൻറ്റ് ഹാവ് ടു ഗെറ്റ് അപ്പ് സോ ഏർലി. എനിക്ക് ഇത്ര നേരത്തെ എഴുന്നേൽക്കേണ്ടി വരില്ലായിരുന്നെങ്കിൽ. എനിക്ക് ഇപ്പോൾ എന്താണ് എൻ്റെ കണ്ടീഷൻ? ഞാൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുന്നു, പക്ഷെ അതെനിക്ക് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുന്നു, എന്ന് ഞാൻ ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു. പിന്നെ ഐ വിഷ് ഐ വേറിൻറ്റ് എന്നുപയോഗിച്ചല്ലോ നമ്മൾ. പിന്നെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും വേർ തന്നെ ഉപയോഗിക്കുക. ഐ വാസ് എന്നോ ഷീ വാസ് എന്നോ അല്ല ഉപയോഗിക്കേണ്ടത്. ഐ വിഷ് ഐ വേറിൻറ്റ്, ഐ വിഷ് ഷീ വേറിൻറ്റ്, ഐ വിഷ് ഹീ വേറിൻറ്റ്, ഐ വിഷ് ദേ വേറിൻറ്റ്, അങ്ങനെ ഉപയോഗിക്കുക. ഇനി ഇതിൻ്റെയൊക്കെ പോസിറ്റീവ് ഫോം ആകാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഡിഡിൻറ്റ് എന്ന് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഐ വിഷ് ഐ സ്പോക്ക്,
ഐ വിഷ്, ഐ ഡിഡ്, ഐ വിഷ്, ഐ കെയിം. ഇങ്ങനെ പാസ്റ്റ് ടെൻസ് ഫോം ഉപയോഗിക്കാം. ഇപ്പോൾ നെഗറ്റീവ് ഫോം ആയതുകൊണ്ടാണ് ഐ ഡിഡിൻറ്റ് എന്ന് ഉപയോഗിച്ചത്. ഇപ്പോൾ ഐ വിഷ് ഐ സ്പോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സംസാരിക്കുന്നുണ്ടോ? ഇല്ല. ഐ വിഷ് ഐ സോ, ഓ ഞാൻ അത് കണ്ടെങ്കിൽ എന്ന്. പക്ഷേ ഇപ്പോൾ കാണുന്നുണ്ടോ? നോ. പ്രസൻറ്റ് കണ്ടീഷനിൽ ഞാൻ കാണുന്നില്ല. ഐ വിഷ് ഐ വേർ മോർ കോൺഫിഡൻറ്റ്. നോക്കൂ, ഐ വേർ മോർ കോൺഫിഡൻറ്റ്, ഞാൻ കൂടുതൽ കോൺഫിഡൻ്റ് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കോൺഫിഡൻ്റ് അല്ല, എനിക്ക് കുറച്ച് ആത്മവിശ്വാസമുള്ള ഒരാളായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. അപ്പോൾ പ്രസൻറ്റ് വിഷിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സെൻറ്റൻസുകൾ നിങ്ങളുടെ ലൈഫിലും ഒരുപാടുണ്ടാവും. പ്രസൻറ്റ് കണ്ടീഷൻ ആലോചിക്കുക, അങ്ങനെയല്ലായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരുപാട് സെൻറ്റൻസുകൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം സെൻറ്റൻസുകൾ ഉണ്ടാക്കി കമൻറ്റ് ബോക്സിൽ എഴുതുക. അടുത്ത് പഠിക്കാനുള്ള സ്ട്രക്ചർ ഐ വിഷ് ഐ ഹാഡിൻറ്റ് ആണ്, ഡിഡിൻറ്റ് അല്ല, ഹാഡിൻറ്റ്. ഡിഡിൻറ്റ് എന്നത് ഉപയോഗിച്ചത് പ്രസൻറ്റ് വിഷിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് പാസ്റ്റ് ഈവൻറ്റിനെ പറ്റി പറയാനാണ് ഐ വിഷ് ഐ ഹാഡിൻറ്റ് എന്ന് ഉപയോഗിക്കുന്നത്. ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഓ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ. അപ്പോൾ സംഭവിച്ച് കഴിഞ്ഞ ഒരു കാര്യത്തെപ്പറ്റി ഓ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. പാസ്റ്റ് ഈവൻറ്റ് നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്. ഇവിടെ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ ഐ വിഷ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, പിന്നെ ഉപയോഗിക്കേണ്ടത് ഹാഡിൻറ്റ് എന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. ആദ്യത്തെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചപ്പോൾ അവിടെ ഉപയോഗിച്ചത് പാസ്റ്റ് സിമ്പിൾ അല്ലേ, പക്ഷേ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഐ വിഷ് ഐ ഹാഡിൻറ്റ് ഡൺ എന്ന് പറയുമ്പോൾ ഓ ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ, കഴിഞ്ഞുപോയി, ചെയ്തു കഴിഞ്ഞു, ഐ ഡിഡ്. പക്ഷേ ഇപ്പോൾ ആഗ്രഹിക്കാനായി, അയ്യോ ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ. ഐ വിഷ് ഐ ഹാഡിൻറ്റ് സീൻ. നോക്കൂ, സീൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഉപയോഗിക്കുന്നത്, കാരണം അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ വിഷ് ഐ ഹാഡിൻറ്റ് സീൻ, ഞാനത് കണ്ടില്ലായിരുന്നെങ്കിൽ. ഐ വിഷ് ഐ ഹാഡിൻറ്റ് വിസിറ്റഡ് ദാറ്റ് പ്ലേസ്, ഞാൻ ആ സ്ഥലം വിസിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ. വിസിറ്റ് ചെയ്തു, ഐ വിസിറ്റഡ് ദാറ്റ് പ്ലേസ്, പക്ഷേ ഇപ്പോൾ ആഗ്രഹിക്കണം, ഓ ഞാൻ അവിടെ വിസിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ. ഇനി ഒരു പോസിറ്റീവ് ഫോം ആണെങ്കിൽ ഐ വിഷ് ഐ ഹാഡ് എന്ന് പറയാം. ഹാഡിൻറ്റ് വേണ്ട, ഐ ഹാഡ്. ഇഫ് ഐ വിഷ് ഐ ഹാഡ് ഡൺ, ഐ വിഷ് ഐ ഹാഡ് ഡൺ. നോക്കൂ, പാസ്റ്റ് പെർഫെക്റ്റ് തന്നെയാണ് ഉപയോഗിച്ചത്, പക്ഷേ നോട്ട് ഇല്ല. ഐ വിഷ് ഐ ഹാഡ് ഡൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്നാണ്. അപ്പോൾ ചെയ്തില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് കാര്യമാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്, നമ്മൾ ഇമാജിൻ ചെയ്യുന്നതാണ്. നമ്മളൊരു കാര്യം കണ്ടു, ഓ അത് കണ്ടില്ലായിരുന്നെങ്കിൽ. നമ്മളൊരു കാര്യം ചെയ്തു, ഓ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ. അങ്ങനെ ആലോചിക്കാം. അല്ലെങ്കിൽ ചെയ്തില്ല, ഓ ഞാനത് ചെയ്തിരുന്നെങ്കിൽ. ഞാൻ അവിടെ വിസിറ്റ് ചെയ്തു, അപ്പോൾ വിസിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ. ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നതാണ് ഈ സ്ട്രക്ചർ. ഐ വിഷ് ഐ ഹാഡിൻറ്റ് സെൻറ്റ് ദാറ്റ് ഇമെയിൽ, ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ആ ഇമെയിൽ അയച്ചില്ലായിരുന്നെങ്കിൽ. അപ്പോൾ അയച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഐ സെൻറ്റ് ദ ഇമെയിൽ, പക്ഷെ ഇപ്പോൾ ആഗ്രഹിക്കും, ഓ ഞാൻ ആ ഇമെയിൽ അയച്ചില്ലായിരുന്നെങ്കിൽ. ഹാഡിൻറ്റ് സെൻറ്റ്, SENT സെൻറ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് സെൻറ്റ്, അയക്കുക എന്നതിൻ്റെ. ഇവിടെ ഒരു റിഗ്രറ്റ് ആണ് വരുന്നത്. നമ്മൾ ചെയ്തു പോയ ഒരു കാര്യത്തെപ്പറ്റി പശ്ചാത്തപിക്കുമ്പോഴാണ് കൂടുതലും ഈ തരം സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങളും എത്രയോ നമ്മുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് സെൻറ്റൻസുകൾ, എക്സാമ്പിൾ സെൻറ്റൻസസ് കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇനി അടുത്ത് നമ്മൾ വേറൊരു സ്ട്രക്ചർ പഠിക്കാൻ പോകുന്നു, അതാണ് ഐ വിഷ് ഐ കുഡ്. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിവില്ല, വി ആർ അൺഎബിൾ ടു ഡു ഇറ്റ്, അതല്ലെങ്കിൽ അത് പോസിബിൾ അല്ല, കറണ്ട് സിറ്റുവേഷനിൽ അത് പോസിബിൾ അല്ല എങ്കിൽ ഐ വിഷ് ഐ കുഡ് എന്ന് ഉപയോഗിക്കാം. ഇപ്പോൾ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, അപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ് ഐ വിഷ് ഐ കുഡ് സിങ്. നോക്കൂ, ഐ വിഷ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വെച്ചു, പിന്നെ ഉപയോഗിച്ചത് കുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബാണ്. ഐ വിഷ് ഐ കുഡ് സിങ്. ഐ വിഷ് ഐ കുഡ് ഡാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിവില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി ഞാൻ, ഓ അതുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ.
എനിക്ക് പാട്ടുപാടാൻ കഴിഞ്ഞെങ്കിൽ, എനിക്ക് ഓടാൻ കഴിഞ്ഞെങ്കിൽ. ഐ വിഷ് ഐ കുഡ് റൺ. അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ ഐ കാൺട്ട് റൺ. പ്രസൻറ്റ് സിറ്റുവേഷൻ ഐ കാൺട്ട് സിങ്. ഐ വിഷ് ഐ കുഡ് പ്ലേ ദ പിയാനോ. എനിക്ക് പിയാനോ വായിക്കാൻ കഴിഞ്ഞെങ്കിൽ. അപ്പോൾ പ്രസൻറ്റിലെ കാര്യം തന്നെയാണ് പറയുന്നത്. പ്രസൻറ്റിൽ എനിക്ക് കഴിയാത്ത ഒരു കാര്യത്തെപ്പറ്റി എനിക്ക് കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഐ കുഡ് സ്പീക്ക് 10 ലാംഗ്വേജസ്. എനിക്ക് 10 ലാംഗ്വേജസ് 10 ഭാഷകൾ സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ. അപ്പോൾ എനിക്ക് ഇപ്പോൾ അതിന് കഴിവുണ്ടോ? ഇല്ല. ഐ വിഷ് ഐ കുഡ് എന്ന് പറയുന്നതും ഐ വിഷ് ഐ ഡിഡിൻറ്റ് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ട്. ഐ വിഷ് ഐ കുഡ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ എബിലിറ്റി, നമ്മുടെ കഴിവിനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ പോസിബിലിറ്റി. ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് കഴിയാത്ത ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ഇമാജിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ആശിക്കുന്നു. ഐ വിഷ് ഐ ഡിഡിൻറ്റ് എന്ന് ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് സിറ്റുവേഷനിലെ കാര്യത്തെ പറ്റിയാണ്, പ്രസൻറ്റിലെ ഇമാജിനേഷനാണ്. കറൻറ്റ് സിറ്റുവേഷൻ്റെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. അതേസമയം ഐ വിഷ് ഐ ഹാഡിൻറ്റ് എന്ന് പറയുന്നത് പാസ്റ്റിലെ കാര്യത്തെപ്പറ്റി നമ്മൾ റിഗ്രറ്റ് ചെയ്യുകയാണ്. ഐ വിഷ് ഐ ഡിഡിൻറ്റ് ഹാവ് ടു വേക്ക് അപ്പ് സോ ഏർലി. ഇപ്പോൾ എനിക്ക് പ്രസൻറ്റ് മൊമെൻറ്റിൽ എനിക്ക് എപ്പോഴും നേരത്തെ എഴുന്നേൽക്കേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് ഇതുപോലെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരില്ലെങ്കിൽ. പ്രസൻറ്റ് സിറ്റുവേഷൻ അതല്ല. ഐ വിഷ് ഐ കുഡ് സ്ലീപ്പ് അൺടിൽ നൂൺ. അയ്യോ, എനിക്ക് ഉച്ചയ്ക്ക് വരെ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഇവിടെ നോക്കൂ, ഇവിടെ കുഡാണ് ഉപയോഗിച്ചിരുന്നത്. കഴിഞ്ഞിരുന്നെങ്കിൽ, കുഡ് ഉപയോഗിക്കുമ്പോൾ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന മീനിങ് വന്നു. എബിലിറ്റി ആണ് അവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. കുഡ് എന്നത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ചില ആളുകളൊക്കെ നമുക്ക് ചില കാര്യങ്ങൾക്കൊക്കെ നമ്മളെ ഇൻവൈറ്റ് ചെയ്യില്ലേ. അപ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോകാൻ ഇഷ്ടമില്ലെങ്കിലും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഐ കാൺ കം എന്ന് പറയാം. അത് വളരെ ഒരു അങ്ങനെ പറയാം. പക്ഷേ കുഡ് ഉപയോഗിച്ചിട്ട് പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടി സോഫ്റ്റായി, കുറച്ചുകൂടി ഒരു പൊളൈറ്റ് വേ ആണ് അത്തരത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ പൊളൈറ്റ് ഡെക്ലിനേഷന് അത് ഉപയോഗിക്കാം. ഒരു കാര്യം നിരസിക്കുമ്പോൾ, ഒരു ഫ്രണ്ട് നമ്മളെ ഒരു പാർട്ടിക്ക് ക്ഷണിക്കുന്നു. പക്ഷേ ആ പാർട്ടിക്ക് ക്ഷണിക്കുന്ന ആ ഒരു ഈവനിങ് നമുക്ക് വേറെ ഫങ്ഷൻസ് ഉണ്ട്, നമുക്ക് വേറെ കാര്യങ്ങളുണ്ട്, നമുക്കന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ക്ഷണിക്കുമ്പോൾ തന്നെ ഐ കാൺട്ട് കം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഐ വിഷ് ഐ കുഡ് ബട്ട് ഐ ഹാവ് പ്ലാൻസ് ദാറ്റ് ഈവനിങ്. ഞാൻ ആഗ്രഹിക്കുകയാണ്, വരാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പക്ഷേ എനിക്ക് വേറെ പ്ലാൻസ് ഉണ്ട് ആ ദിവസം. ഐ വിഷ് ഐ കുഡ് കം എന്നാണ് പറയുന്നത്. ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. നമുക്കത് വരാൻ ആഗ്രഹമുണ്ട്, എന്നിട്ട് വരാൻ പറ്റാഞ്ഞിട്ട് തന്നെയാണ് അങ്ങനെ എന്ന് വിചാരിക്കും. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് നമ്മളൊരു കാര്യം നിരസിക്കുന്നതിന് ഐ വിഷ് ഐ കുഡ് എന്ന് ഉപയോഗിക്കാം. ഐ വിഷ് ഐ കുഡ് ഗീവ് യു മോർ ടൈം ബട്ട് ദ ഡെഡ് ലൈൻ ഈസ് ഫിക്സ്ഡ്. എനിക്ക് നിങ്ങൾക്ക് കൂടുതൽ സമയം, അപ്പോൾ കൂടുതൽ സമയം കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഐ വിഷ് ഐ കുഡ് ഗീവ് മോർ ടൈം, കൂടുതൽ സമയം തരാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ബട്ട് ദ ഡെഡ് ലൈൻ ഈസ് ഫിക്സ്ഡ്, അപ്പോൾ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഇവിടെ ഐ കാൺട്ട് കം എന്ന് പറയുന്നതിനേക്കാളും വളരെ നല്ല ഒരു പ്രയോഗമാണ് ഇത്. അപ്പോൾ ഐ വിഷ് ഐ കുഡ് എന്ന് ഉപയോഗിക്കുന്നത് പൊളൈറ്റായിട്ട് ഒരു കാര്യം നിരസിക്കുന്നതിന് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പ്രസൻറ്റ് മൊമെൻറ്റിൽ കഴിയാത്ത ഒരു കാര്യം കഴിഞ്ഞെങ്കിൽ എന്ന് പറയുമ്പോഴും നമുക്ക് ഐ വിഷ് ഐ കുഡ് എന്ന് ഉപയോഗിക്കാം. പലപ്പോഴും ഇത്തരം സെൻറ്റൻസസ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് വരുത്താറുണ്ട് കുട്ടികൾ. ഈ മിസ്റ്റേക്സ് ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്കില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ് എന്ന് ഓർക്കാതെ പല മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അവിടെ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്, പ്രസൻറ്റ് ടെൻസിലെ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിലും. ഐ വിഷ് ഐ ഡോണ്ട് ഹാവ് ടു വർക്ക് ടുമാറോ. ഞാൻ ആഗ്രഹിക്കുകയാണ് നാളെ എനിക്ക് വർക്ക് ചെയ്യേണ്ടി വരില്ലെങ്കിൽ എന്ന്. അപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ്? നാളെ എനിക്ക് വർക്ക് ചെയ്യണമെന്നത് ഉറപ്പായൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ? ഐ വിഷ് ഐ ഡോണ്ട് ഹാവ് ടു വർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റാണ്. അവിടെ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് ടെൻസ് ആണ്. ഐ വിഷ് ഐ ഡിഡിൻറ്റ് ഹാവ് ടു വർക്ക് ടുമാറോ. വേറൊരു സെൻറ്റൻസ് നോക്കാം. ഐ വിഷ്
ഐ ഡിഡൻറ്റ് ഈറ്റ് സോ മച്ച് അറ്റ് ദ പാർട്ടി ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് അവിടെ പറയുന്നുണ്ട്, പാസ്റ്റിലെ കാര്യമാണ്. ലാസ്റ്റ് നൈറ്റിൽ ഞാൻ ഒരുപാട് ഫുഡ് കഴിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ കഴിച്ചു, അത് കഴിഞ്ഞു പോയി. പക്ഷേ ഇപ്പോൾ ഞാൻ അത്രയ്ക്ക് ഫുഡ് കഴിച്ചില്ലായിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് ഈവൻറ്റിനെ പറ്റിയല്ലേ പറയുന്നത്. അവിടെ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഐ ഡിഡിൻറ്റ് അല്ല ഉപയോഗിക്കേണ്ടത്, ഐ ഹാഡിൻറ്റ് ആണ്. ഐ വിഷ് ഐ ഹാഡിൻറ്റ് ഈറ്റൺ സോ മച്ച് ഫുഡ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഐ വിഷ് ഐ ഹാഡിൻറ്റ് ഈറ്റൺ സോ മച്ച് ഫുഡ് ലാസ്റ്റ് നൈറ്റ്. അത്രയ്ക്ക് ഫുഡ് ഞാൻ കഴിച്ചില്ലായിരുന്നെങ്കിൽ എന്ന്. ഹാഡിൻറ്റ് ഈറ്റൺ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഡിഡിൻറ്റ് ഈറ്റ് എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. അതാണ് അവിടെ മിസ്റ്റേക്ക് വന്നത്. ഓർക്കേണ്ട കാര്യം, പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുക, പ്രസൻറ്റ് കണ്ടീഷൻ ആണെങ്കിൽ. ഇനി പാസ്റ്റ് ഈവൻറ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഇനി ചില സെൻറ്റൻസുകൾ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഐ വിഷ് ഐ കുഡ് ഹാവ് എന്ന് ഉപയോഗിക്കും. അതേപോലെ ഐ വിഷ് ഐ കുഡ് എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത്, പക്ഷേ ഐ വിഷ് ഐ കുഡ് ഹാവ്. പക്ഷേ ഐ വിഷ് ഐ കുഡ് ഹാവ് എന്ന ഒരു പ്രയോഗം തെറ്റല്ല, പക്ഷേ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് രണ്ട് സിറ്റുവേഷനിലാണ് അത് ഉപയോഗിക്കേണ്ടത്. ഐ വിഷ് ഐ കുഡ് ഹാവ് ഉപയോഗിക്കാം ശരിയായ സെൻറ്റൻസ് ആയിട്ടും ശരിയായ സിറ്റുവേഷനിലും. ഐ വിഷ് ഐ കുഡ് ഉപയോഗിക്കാം, അതും ശരിയായ പ്രയോഗം തന്നെയാണ്, പക്ഷേ ശരിയായ സിറ്റുവേഷനിൽ ഉപയോഗിക്കണം. ഇപ്പോൾ ഒരു പാർട്ടിക്ക് പോകാൻ നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്ക് പറ്റില്ല. അപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിലെ കാര്യമാണ് പറയുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്കത് പറ്റില്ല. അപ്പോൾ ഐ വിഷ് ഐ കുഡ് അറ്റൻഡ് ദ പാർട്ടി എന്നാണ് പറയുന്നത്. എനിക്ക് കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഇനി ഐ വിഷ് ഐ കുഡ് ഹാവ് നമുക്ക് ഉപയോഗിക്കാം. അതെവിടെയാണ്? ഇപ്പോൾ പാർട്ടി കഴിഞ്ഞുപോയി, പാർട്ടി ഈസ് ഓവർ, അത് ഇന്നലെ കഴിഞ്ഞുപോയി, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, അത് ആ പാർട്ടി എനിക്ക് മിസ്സായി. അപ്പോൾ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എനിക്ക് ആ പാർട്ടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നായിരുന്നെങ്കിൽ ഐ വിഷ് ഐ കുഡ് ഹാവ് എന്നുപയോഗിക്കാം. പാസ്റ്റ് ഈവൻറ്റിലാണെങ്കിൽ ഐ വിഷ് ഐ കുഡ് ഹാവ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പ്രസൻറ്റ് സിറ്റുവേഷൻ, ഇനി വരാൻ പോകുന്ന ഒരു പാർട്ടിയെ പറ്റിയാണ് പറയുന്നതെങ്കിൽ എനിക്ക് പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്നാണെങ്കിൽ ഐ വിഷ് ഐ കുഡ്. പാസ്റ്റ് ഈവൻ്റ് ആണെങ്കിൽ ഐ വിഷ് ഐ കുഡ് ഹാവ് ഉപയോഗിക്കണം. ഐ വിഷ് ഐ കുഡ് കം എന്ന് പറഞ്ഞാൽ ഐ വിഷ് ഐ കുഡ് കം ടു യുവർ പാർട്ടി. നിങ്ങളുടെ പാർട്ടിക്ക് എനിക്ക് വരാൻ കഴിഞ്ഞെങ്കിൽ. ഇവിടെ പാർട്ടി കഴിഞ്ഞിട്ടില്ല. ഐ വിഷ് ഐ കുഡ് ഹാവ് കം ടു യുവർ പാർട്ടി എന്ന് പറയുമ്പോൾ പാർട്ടി കഴിഞ്ഞുപോയി, എനിക്ക് ആ പാർട്ടി മിസ്സായി. ഐ വിഷ് ഐ കുഡ് ഹാവ് കം ടു യുവർ പാർട്ടി ആണ് ഉപയോഗിക്കേണ്ടത്. കം എന്നത് ബേസ് വെർബായിട്ടും ഉപയോഗിക്കാം, അതുപോലെ തന്നെ V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമായിട്ടും ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഐ വിഷ് ഐ കുഡ് ഹാവ് കം എന്ന് പറയുന്നത്. കുഡ് ഹാവ് കഴിഞ്ഞിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ രണ്ട് സെൻറ്റൻസുകളും കറക്റ്റാണ്, പക്ഷേ ടൈം ഫ്രെയിം ശ്രദ്ധിക്കണം. ഐ വിഷ് ഐ കുഡ് ഹാവ് ബീൻ അറ്റ് യുവർ ഗ്രാജുവേഷൻ. ഐ കുഡ് ഹാവ് ബീൻ അറ്റ് യുവർ. അപ്പോൾ ഗ്രാജുവേഷൻ സെറിമണിയൊക്കെ നടക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഐ വിഷ് ഐ കുഡ് ഹാവ് ബീൻ അറ്റ് യുവർ ഗ്രാജുവേഷൻ. ബീൻ എന്നത് ബി എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഇത് പാർട്ടി കഴിഞ്ഞുപോയ കാര്യമാണ്. ഇനി പാർട്ടി കഴിഞ്ഞിട്ടില്ല, എനിക്ക് എനിക്ക് ഗ്രാജുവേഷൻ സെറിമണിക്ക് വരാൻ കഴിഞ്ഞെങ്കിൽ എന്നാണ് പറയുന്നത്. ഗ്രാജുവേഷൻ സെറിമണി കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് പറയേണ്ടത്? ഐ വിഷ് ഐ കുഡ് ബി അറ്റ് യുവർ ഗ്രാജുവേഷൻ. അപ്പോൾ ഗ്രാജുവേഷൻ സെറിമണി വരുന്നേ ഉള്ളൂ, കമ്മിങ് അപ്പ്. ഐ കുഡ് ബി എന്ന് പറയുന്നത് അവിടെ ആയിരുന്നെങ്കിൽ, അതൊരു ആക്ഷനൊന്നും അല്ലല്ലോ. അപ്പോൾ ഐ കുഡ് ബി എന്നത് ബേസ് ഫോമാണ്. ഇനി വേറൊരു മിസ്റ്റേക്ക്, ഐ വിഷ് ഐ കുഡ് എന്ന് ഉപയോഗിക്കേണ്ടതിന് പകരം ഐ വിഷ് ഐ വുഡ് എന്ന് ഉപയോഗിക്കുന്നതാണ്. ഐ വിഷ് ഐ വുഡ് സ്പീക്ക് ബെറ്റർ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അത് റോങ് സെൻറ്റൻസ് ആണ്. ഞാൻ ആശിക്കുകയാണ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നല്ല അവിടെ പറയുന്നത്. ഐ വുഡ് സ്പീക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചെങ്കിൽ എന്നൊക്കെയാണ് പറയുന്നത്, അവിടെ ഉദ്ദേശിക്കുന്ന അതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് തിരുത്താൻ, നമുക്ക് അത് മിസ്റ്റേക്ക് മാറ്റുന്നതിന് ഐ വിഷ് ഐ കുഡ് സ്പീക്ക് ബെറ്റർ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായി. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതല്ലെങ്കിൽ ഐ വിഷ് ഐ സ്പോക്ക് എന്ന് പറയാം, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ സ്പോക്ക് എന്ന് ഉപയോഗിക്കാം. ഐ വിഷ് ഐ വുഡ് എന്നല്ല ഉപയോഗിക്കേണ്ടത്, ഐ വിഷ് ഐ കുഡ് ഉപയോഗിക്കാം. ഇവിടെ സംസാരിക്കുക എന്നായതുകൊണ്ടാണ് ഐ വിഷ് ഐ സ്പോക്ക് എന്ന് ഉപയോഗിച്ചത്. വുഡ് എപ്പോഴും അതിൻ്റെ ഉപയോഗം ഐ വിഷ്
ഐ വുഡ് എന്ന് ഉപയോഗിക്കുന്ന ഒരു ട്രിക്കി ആയിട്ടുള്ള പ്രയോഗം തന്നെയാണ്. നമ്മുടെ ആക്ഷനെ പറ്റി പറയുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അതേസമയം നമ്മൾ മറ്റുള്ളവരുടെ ഒരു ബിഹേവിയറിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഐ വിഷ് ഹി വുഡ് സ്റ്റോപ്പ് ഇൻ്ററപ്റ്റിംഗ് മീ. ഞാൻ ആഗ്രഹിക്കുകയാണ് ഹി വുഡ് സ്റ്റോപ്പ് ഇൻ്ററപ്റ്റിംഗ് മീ, അവൻ എന്നെ തടസ്സപ്പെടുത്തുന്നത് നിർത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വേറൊരാളുടെ ബിഹേവിയറാണ്. ഹി വുഡ് സ്റ്റോപ്പ് ആണ്, ഐ വുഡ് സ്റ്റോപ്പ് അല്ല. അപ്പോൾ അങ്ങനെ ഐ വിഷ് ഐ വുഡ് എന്ന് ഉപയോഗിക്കരുത്. ഐ വിഷ് ഹി വുഡ്. മറ്റുള്ളവരുടെ കാര്യത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. നമ്മുടെ തന്നെ ഓൺ എബിലിറ്റിയെ പറ്റി പറയുമ്പോൾ ഒരിക്കലും വുഡ് ഉപയോഗിക്കാൻ പാടില്ല. അവിടെ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് സിമ്പിൾ ഓർ കുഡാണ്. ഐ വിഷ് ഐ വുഡ് എക്സസൈസ് മോർ എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. ഐ വിഷ് ഹി വുഡ് എക്സസൈസ് മോർ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. മറ്റുള്ളവരുടെ കാര്യത്തെ, മറ്റുള്ളവരുടെ ആക്ഷനെ പറ്റിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വുഡ് ഉപയോഗിക്കാം. ഐ വിഷ് ഐ കുഡ് എക്സസൈസ് മോർ. ഐ വിഷ് ഹി വുഡ് എക്സസൈസ് മോർ. ഐ വിഷ് ഐ കുഡ് എക്സസൈസ് മോർ എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ എക്സസൈസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ വുഡ് ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മുടെ തന്നെ ആക്ഷനെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. അതല്ലെങ്കിൽ ഐ വിഷ് ഐ എക്സസൈസ്ഡ് മോർ. ഞാൻ കൂടുതൽ എക്സസൈസ് ചെയ്തിരുന്നെങ്കിൽ എന്നായി. അതും കറക്റ്റ് സെൻറ്റൻസ് തന്നെ. നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷനെ പറ്റി നമ്മൾ പറയുന്നു. നമ്മൾ അധികമൊന്നും എക്സസൈസ് ചെയ്യുന്നില്ല, കൂടുതൽ എക്സസൈസ് ചെയ്തിരുന്നെങ്കിൽ എന്ന്. അതേസമയം ഐ വിഷ് ഐ കുഡ് എക്സസൈസ് മോർ എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ എക്സസൈസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ഒരു മീനിങ് വരും. ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം, 2 ഓപ്ഷൻസ് പറയാം. ഏതാണ് കറക്റ്റ് എന്നൊന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് എന്നും മൺഡേ മോർണിംഗിൽ വല്ലാത്ത ബോറിംഗ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. വല്ലാതെ ബോറിംഗ് ആണ് ആ മീറ്റിംഗ്. എല്ലാ ആഴ്ചയിലും അത് നടക്കുന്നു, റെഗുലറായിട്ട് എല്ലാ മൺഡേയിലും അതുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ, ഐ വിഷ് ഐ ഡോണ്ട് ഹാവ് ടു ഗോ ടു ദ മീറ്റിംഗ്. ഓപ്ഷൻ ബി, ഐ വിഷ് ഐ ഡിഡ്ന്റ് ഹാവ് ടു ഗോ ടു ദ മീറ്റിംഗ്. ഇതിലേതാണ് കറക്റ്റ്? പ്രസൻറ്റ് ടൈമിലെ കാര്യമാണ്. എന്താണ് അവിടെ വേണ്ടത്? ഓപ്ഷൻ എ ആണോ ബി ആണോ? അപ്പോൾ ഇന്നത്തെ ലെസൺ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലെസൺ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.